നെയ്യാറ്റിൻകര തൊഴുക്കലിലെ മൺപാത്രങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച് നിംസ് ആശുപത്രി എംഡിയും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലറുമായ MS ഫൈസൽ ഖാൻ. തൊഴുക്കലിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. കളിമണ്ണിൽ തീർത്ത പാത്രങ്ങളും സ്പൂണും വൈൻ ഗ്ലാസുമൊക്കെ ഏറെ കൗതുകത്തോടെയാണ് മാർപ്പാപ്പ ഏറ്റുവാങ്ങിയത്. തനിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ നിർമ്മാണ രീതിയെക്കുറിച്ച് മാർപ്പാപ്പ ചോദിച്ചറിഞ്ഞു. മാർപ്പാപ്പയുടെ ഡൈനിങ് ടേബിളിൽ വരെ പോയ ആ ഗിഫ്റ്റ് ഉണ്ടാക്കിയത് തൊഴുക്കലിലാണെന്ന്. അപ്പോ ഞാൻ തൊഴുക്കലി വരെ ഒന്ന് പോയാലോ? അടിപൊളിയല്ലേ? അപ്പോൾ കൊച്ചിയിലിരുന്ന് ഞാൻ പറഞ്ഞ നെയ്യാറ്റിൻകരയിലെ ആ തൊഴുക്കൽ ഗ്രാമത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. കളിമൺ പാത്ര നിർമ്മാണം ഒന്ന് പരിശീലിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം ഈ കളിമണ്ണ് പോലെയാണ്. അപ്പൊ ഇതേ ഇരിക്കുന്ന കളിമണ്ണുകൾ മനോഹരമായ പാത്രങ്ങളാകുന്നത് പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റുന്നത്. പക്ഷെ ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. അവരും മനോഹരമായി പ്രകാശിക്കേണ്ടേ, മനോഹരമായി ചിരിക്കേണ്ടേ? അപ്പൊ അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോവാം. മ്യൂസിക് ആണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിലും ഒക്കെ അതിനൊരു മാസ്റ്റേഴ്സ് ടച്ച് കൊടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ മാസ്റ്ററിന് വേണ്ടി ഞാൻ ആ കസേര ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഈ മാസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അനിൽകുമാർ എസ് എന്നാണ്. അങ്ങുണ്ടാക്കിയ പാത്രമാണല്ലോ ഇപ്പോൾ മാർപ്പാപ്പയുടെ തീൻമേശയിലും എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ എത്തിയത്? അതൊരു നിയോഗമാണ്. അതായത് നിംസ് മെഡിസിറ്റിയുടെ MD ഫൈസൽ ഖാൻ സാറിന്റെ ഒരു ആശയമാണ്. അദ്ദേഹത്തിന് ഹരിത പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ, അതായത് വലിയ ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിന് തുല്യമായ ഒരാളിന് കൊടുക്കണം എന്നുള്ള ഒരു ആശയം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് എനിക്ക് കിട്ടി. ഞാനത് ഈ നമ്മുടെ തൊഴുക്കലിലെ സമുദായത്തിന് വേണ്ടി, ഈ സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. അതിൽ വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളിന് കിട്ടാൻ പറ്റാത്ത ഒരു ഭാഗ്യമായി ഞാൻ അതിനെ കാണുകയാണ്. അത് തൊഴുക്കലിലെ പ്രത്യേക ഒരു കരകൗശല എന്താ പറയുക, ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണത്. അത് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിക്ക് നിംസിൻ്റെ ഭാഗമായി നിംസ് അതിനെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ആ ഒരു പരമ്പരാഗത കരകൗശല വിദ്യ നഷ്ടമാകാതിരിക്കുവാനും അവിടെ കൂടുതൽ കാര്യങ്ങൾ ശക്തമാക്കുവാനും നിംസ് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. തൊഴുക്കലിലെ ആ കലങ്ങളും ഒക്കെയാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിക്ക് ശ്രീ ഫൈസൽ നൽകിയത്. അപ്പോൾ വളരെ അതൊരു എന്താ പറയുക, അതിന് വത്തിക്കാനുള്ള സ്ഥാനം കിട്ടിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുക. കാരണം കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ പിടിച്ചു നിർത്തുവാൻ ഈ ഒരു വലിയൊരു ജസ്റ്ററാണ് ഫൈസൽ കാണിച്ചിരിക്കുന്നത്. അത് സ്വീകരിച്ച രീതി നിങ്ങൾക്കറിയാം. ഞങ്ങളെ മാർപ്പാപ്പ സ്വീകരിച്ച വെച്ചാൽ എല്ലാവരെയും അദ്ദേഹം സംസാരിച്ചു. ഈ ഒരു ഡെലിഗേഷൻ അങ്ങനെ അവസരം അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കാണുവാനും എല്ലാവരുമായിട്ട് സമയം ചെലവഴിക്കാനും പരിശുദ്ധ പിതാവ് കാണിച്ച താല്പര്യം, ആ താല്പര്യം വളരെയധികം എന്താ പറയുക, എന്ത് പറയണമെന്നറിയില്ല, അത്രയ്ക്ക് സ്നേഹവും കരുതലുമാണ് ഞങ്ങൾക്ക് അവിടെ നൽകിയത്. പ്രത്യേകമായ നന്ദി അവസരത്തിൽ അദ്ദേഹത്തിനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു പരമ്പരാഗത കുടിൽ വ്യവസായം നശിക്കാതിരിക്കുവാൻ നിംസ് കാണിക്കുന്ന താല്പര്യം പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ
ഓരോ കളിമണ്ണും അത് എത്രമാത്രം നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് അത് ആ ഷേപ്പിൽ എത്തിച്ചേരുന്നത്, അതിന് വേണ്ട ഒരു സ്കില്ല്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല വർഷങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയതാണ്. പക്ഷെ ഇത്രയും നല്ല ഒരു ശേഷി കയ്യിലുണ്ടായിട്ടും ജീവിതം അത്രയ്ക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഈ ഗ്രാമത്തിലുള്ളവരുടെ പൊതുവെ നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. കാരണം ഞാൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തോളം കഴിഞ്ഞു. പക്ഷെ ആദ്യമൊക്കെ വലിയ വിഷമമായിരുന്നു. പിന്നെ അതിന് നമ്മൾ ഈ പുതിയ മെത്തേഡിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു വന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് പണ്ട് നമ്മുടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം വളരെ താഴോട്ട് പൊക്കോണ്ടിരുന്നു. അവർക്ക് ജീവിതമാർഗം വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ ഫീൽഡിൽ നിന്ന ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പൊക്കോണ്ടിരുന്നു. അവരുടെ മക്കളെയും തലമുറയെല്ലാം അവർ മറ്റ് മേഖലയിലോട്ട് കടത്തിവിട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള മാർഗം നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതിനുശേഷം ഇതിനെ വീണ്ടും പുനർജീവിച്ചാണ്. കാരണം ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഐഡിയാസും കൊണ്ടുവന്ന് സ്കില്ലും കൊണ്ടുവന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ മേഖലയിൽ ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉരുണ്ട് പോകുന്നുണ്ട്. ഈ മേഖലയിൽ പലരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഇതിൻ്റെ ഒരു മെച്ചം ഉണ്ടാവണം. 410 കുടുംബങ്ങളുണ്ട് നെയ്യാറ്റിൻകര ശാഖയിൽ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ തൊഴിലില്ല. പാരമ്പര്യമായിട്ട് ഉള്ള ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ലോകം ഉണ്ടായ കാലം മുതൽ ആഹാര സാധനങ്ങൾ മൺചട്ടിയിൽ ഉണ്ടാക്കി വേവിച്ച് തിന്നുന്ന ഒരു സമുദായത്തിൻ്റെ ആളാണ്. അപ്പോൾ ഇപ്പോൾ അത് കളിമണ്ണോ അല്ലെങ്കിൽ വിറവുകളോ മറ്റു മെറ്റീരിയലോ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്, പ്രത്യേകിച്ചും കളിമണ്ണ്. അപ്പോൾ വയലിൽ നിന്നാണ് കളിമണ്ണ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ ഈ തൊഴിൽ അന്യം നിന്ന് പോവുകയാണ്. ഈ 410 കുടുംബങ്ങളിൽ തൊഴിലുണ്ടോ എന്ന് കേട്ടാൽ ഇല്ല. കാരണം കളിമണ്ണ് കിട്ടുന്നില്ല. അതാണ് പ്രധാന കാരണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ സ്ഥാപനം 1954 EMS മന്ത്രിസഭയുടെ സമയത്ത് ഞങ്ങളുടെ സമുദായത്തിന് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഈ സ്ഥാപനം കെട്ടിടവും ഒക്കെ നമുക്ക് അനുവദിച്ചതാണ്. അതുപോലെ തന്നെ കളിമണ്ണെടുത്ത് ജീവിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലവും തന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പം കളിമണ്ണില്ല. അപ്പോൾ അതുകൊണ്ടാണ് മറു സ്ഥലങ്ങളിൽ നമ്മൾ തേടി പോവേണ്ടി വന്നത്. അമരവിള, താന്യം, ഇവിടെ ബ്രായ്മൂട്, പിന്നെ പല കളിമണ്ണ് എവിടെ ഉണ്ട് വയലിലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളിടത്ത് നിന്നുമ്പോൾ ഇപ്പം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരാൾ തരാൻ മനസ്സ് കാണിച്ചാൽ അടുത്ത ആൾ കൊണ്ടുവന്ന് സ്റ്റേ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കായലായി പോവും. കളിമണ്ണ് താഴുമ്പോൾ കായൽ പോലെ ആകും. പിന്നെ അടുത്ത കണ്ടക്കാരന് അത് പ്രയോജനമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സാധനം കൊണ്ടുവരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് നമ്മുടെ സമുദായക്കാർ തൊഴിൽ തേടി പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഈ കുലാലയ ചക്രം കറങ്ങുമ്പോൾ, ആ കാലചക്രം ഉരുളുമ്പോൾ, ഈ 35 വർഷം അങ്ങ് കടന്നു പോകുമ്പോൾ അങ്ങയുടെ ജീവിതത്തിലും ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലെ? അപ്പൊ ഇനി നിങ്ങൾക്കൊരു നല്ല വിപണി കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ ഈ വസ്തുക്കൾ പല തീന്മേശകളിലും പല ഷോക്കേസുകളിലും പല ഇടങ്ങളിലും എത്താൻ വേണ്ടി നിങ്ങളുടെ പോക്കറ്റുകളിലേക്ക് കൂടെ പൈസ വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കുറച്ച് സഹായങ്ങൾ കിട്ടണം. കാരണം നമുക്ക് ഒന്നാമത് ക്ലേയുടെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സഹകരണങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി നമ്മുടെ ഈ സമുദായ സംഘടനയായ KMSS എന്ന് പറഞ്ഞ സംഘടന നമുക്കുണ്ട്. അവർ മുഖേന നമുക്ക് നിവേദനങ്ങളും പല സംഭവങ്ങളും ഗവൺമെന്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ക്ലേ ഒക്കെ എടുക്കുന്നതിൻ്റെ വളരെ വിഷമമുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ തൊഴിൽ ബാക്കിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്, അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ തൊഴുക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭാഗമായിട്ടുള്ള 2-3 മുനിസിപ്പൽ വാർഡുകളിലാണ് കളിമൺ പാത്ര വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു മൺപാത്രങ്ങൾ. ചോറ് വയ്ക്കുന്നതോട് കൂട്ടാനും കറിയും വയ്ക്കുന്ന അടക്കമുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുടെ ഭാഗമായി മൺപാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ കാലമുണ്ടാക്കിയ മാറ്റത്തിനനുസൃതമായി മൺപാത്രങ്ങൾ അവഗണിക്കപ്പെടുകയോ അത് ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി. ഒന്ന് വിറകടുപ്പിൽ നിന്നും ഗ്യാസ് സ്റ്റൗവിലേക്കും ഇൻഡക്ഷൻ കുക്കറിലേക്കും പാചക രീതികൾ മാറിയപ്പോൾ മൺപാത്രത്തിൻ്റെ സ്ഥാനം അവഗണിക്കപ്പെട്ടു. എന്നാൽ അതുണ്ടാക്കിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളടക്കമുള്ള ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് പുതിയ ഭക്ഷണരീതികളും പാത്രങ്ങളും ഒരു കാരണമാകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെടുന്നൊരു ഘട്ടത്തിൽ
മൺപാത്രത്തിൻ്റെ ആവശ്യകത കൂടുതൽ ഉപയുക്തമാക്കുക എന്നുള്ളത് പുതിയ തലമുറയ്ക്കും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ വ്യവസായത്തെ വിപുലീകരിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ വകുപ്പുമായി ആലോചിച്ച് കൂടുതൽ പരിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇതിനാവശ്യമായിട്ടുള്ള കളിമൺ ലഭിക്കാത്തൊരു വെല്ലുവിളി ആ മേഖലയെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. മൺഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നിയന്ത്രണങ്ങൾ, അത് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൻ്റെ കീഴിലും റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അനുകൂലമായിട്ടുള്ള. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള ഒരു വ്യവസായ സംരംഭമായി ഭാവിയിൽ മൺപാത്രത്തെ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ അവരുമായി ആലോചിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുവഴി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ഉപയോഗവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള നല്ല നിലയിലുള്ള ബോധവൽക്കരണം നടത്താനാണ് ആലോചിക്കുന്നത്. കളിമൺ പാത്രങ്ങളിൽ നിർമ്മിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് കപ്പയും മീൻകറിയാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളും കളിമൺ പാത്രങ്ങളിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ ഉണ്ടാക്കി വരുമ്പോ നമ്മൾ ആ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണവും, അതുപോലെ തന്നെ മീൻകറി ആണെങ്കിലും പിറ്റേ ദിവസം വരുമ്പോൾ അതിന്റെ ഒരു ജീവൻ കൂടുന്നു, ടേസ്റ്റ് കൂടുന്നു. അപ്പൊ ഇതിനപ്പുറമായിട്ട് ഇതിന് ആരോഗ്യ ഗുണങ്ങളുണ്ടോ? ഒന്നത്. രണ്ട്, ഈ കളിമൺ പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ്, ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യാനും കളിമൺ പാത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന കളിമൺ പോട്ട്സ്, എർത്തൺ പോട്ട്സിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറെ ആരോഗ്യപരമായി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ബേസിക്കലി എർത്തൺ പോട്ട്സിൽ നിന്നും നമുക്ക് അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ അസിഡിറ്റി ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ ഫുഡ് കൂടുതൽ സബ്സ്റ്റൻസ് കൂടുതലും സ്പൈസ് കൂടുതലാണ്. അപ്പോൾ സ്പൈസ് കൂടുതലായിട്ടുള്ള സാധനങ്ങളിൽ എർത്തൺ പോട്ട്സ്, ഈ കളിമൺ പാത്രങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും ഒരുപാട്. പിന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് അയൺ കിട്ടും, കാൽഷ്യം കിട്ടും, മഗ്നീഷ്യം കിട്ടും, സൾഫർ കിട്ടും. ഇത്രയും കണ്ടൻസ് അതിനകത്ത് നിന്ന് കിട്ടുന്നതുമാണ്. അപ്പോൾ ആരോഗ്യപരമായി നമുക്ക് അതിൽ കുക്ക് ചെയ്താൽ നമ്മുടെ പഴയ ആൾക്കാർക്ക് കിട്ടിയിരുന്ന പോലെ ഹെൽത്ത് നമുക്ക് ഇന്നത്തെ ആൾക്കാർക്കും കിട്ടും എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. തൊഴുക്കൽ ഗ്രാമവാസിയായ ഒരാൾ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഗ്രാമത്തിലെ ആളാണ്. നമ്മൾ ഈ ഓട് നടക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ഈ ചക്രങ്ങൾ കറങ്ങുന്ന ശബ്ദവും, അതേപോലെ തന്നെ മനോഹരമായ പാത്രങ്ങളും മറ്റ് കളിമൺ നിർമ്മിതികളും ഒക്കെ ആണല്ലോ അല്ലെ. അപ്പൊ ഈ വർഷങ്ങളിലൂടെയുള്ള ഒരു മാറ്റം, ആ ചെറുപ്പം മുതൽ ഇപ്പൊ വരെയുള്ള ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഈ പണിയിലേക്ക് എത്തിയിട്ടുള്ളൂ. കാരണം ഒന്നത്, ഇതിന്റെ അസംസ്കൃത സാധനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് കാലത്ത് കളിമണ്ണ് നമുക്ക് യഥേഷ്ടം പോയി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനുള്ള പാകമാകുന്ന 2 ഐറ്റം മണ്ണുണ്ട്. ഇത് പല സ്ഥലത്തുനിന്നും കൂടി ക്രോഡീകരിച്ചാണ് ഇവിടെ പാകം വരുത്തുന്നത്. പക്ഷെ ആ സാധനങ്ങളെല്ലാം കിട്ടുന്നതിനിപ്പം ദൗർലഭ്യമുണ്ട്. അതുമല്ല, അത് എടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു നിബന്ധനകളുണ്ട്. അതുകൊണ്ട് യഥേഷ്ടം കിട്ടുന്നില്ല. വെറൈറ്റി ഇസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്നാണ് ഷേക്സ്പിയറും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഓരോ വെറൈറ്റി ഉണ്ടെങ്കിലല്ലേ മെച്ചമാവുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളൊക്കെ വീട് പണിയുമ്പോൾ നമ്മുടെ സ്വപ്നമാണ് അത് മനോഹരമായി അലങ്കരിക്കുക എന്നുള്ളത്. ഇതൊരു ഗണേശ വിഗ്രഹത്തിന്റെ രൂപത്തിലുള്ള ഗണേശ മുഖമാണ്. ഇത് പോലെ തന്നെ നമുക്ക് കോട്ടഡ് ആയിട്ടുള്ള ചട്ടികളുണ്ട്. ഇതിൽ നമുക്ക് പാചകം പറ്റില്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് പൂക്കളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമാകും. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവും. ഇത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു ഡിസൈനർ പോട്ടാണ്. അതേപോലെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ തൂക്കുവിളക്ക് എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ വീടുകളുടെ മുന്നിൽ സാധാരണ കാണുന്നതാണ് ഈ തൂക്കുവിളക്ക്. അങ്ങനെ മനോഹരമായ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഉപയോഗമുള്ള പല വസ്തുക്കളും ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ വീട്ടിലും ഒരു കളിമൺ വസ്തു, അങ്ങനെ ഒരു ക്യാമ്പയിനിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് പോയാൽ നിങ്ങളുടെ വ്യവസായത്തിന് കുറച്ചുകൂടി ഒരു മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ അതിൻ്റെതായ സ്കിന്നിൽ നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇത് കുറച്ച് പേര് മാത്രമാണ് കുറച്ച് സ്കിന്നിലോട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ പേർക്കും അതിന് അവസരം കിട്ടണം. ആ അവസരം കിട്ടണമെങ്കിൽ ആ അത്തരം വർക്കിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രെയിനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മെച്ചപ്പെടുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകണം. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് കൂടി ഗവൺമെൻറ്റിൽ നിന്ന്
നമുക്ക് കിട്ടിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യവസായത്തെ, ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മൺപാത്ര വ്യവസായത്തെ നമുക്ക് പുനരുജ്ജീവിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഭാഗത്ത് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തും നിംസ് ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിക്ക് ഈ വന്നിരിക്കുന്ന കൈ കൊണ്ടുണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ഇൻഡസ്ട്രിയാണ്, കൈ കൊണ്ടുണ്ടാക്കുന്ന ഈ പോട്ടറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൺപാത്രം വെച്ച് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് ഒരു GI ടാഗ് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഞങ്ങളുടെ ഒരു ലക്ഷ്യം. കാരണം ആ GI ടാഗിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ കുറച്ചുകൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ GI ടാഗിങ് കൊടുക്കണമെങ്കിൽ GI ടാഗിങ് ആക്ട് അനുസരിച്ച് 1999 ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് വേറെ നമ്മൾ അപ്ലൈ ചെയ്ത് അവർക്ക് GI ടാഗിങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ടാഗിങ് വെച്ച് നമുക്ക് ഇതിനെ ഒരു വലിയൊരു ഒരു യൂണിക് പ്രോഡക്റ്റ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് ലോകത്തേക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിന് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ GI ടാഗിങ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സിന് അത് അപ്ലൈ ചെയ്തിട്ട് ഈ GI ടാഗിങ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാണുന്ന ഒരുപാട് വ്യവസായികൾ ഉണ്ടാവും. നമ്മുടെ MA യൂസഫലി സാറിനെ പോലെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വലിയ വലിയ ചെയിൻസ് നടത്തുന്നത് അവർക്ക് തോന്നുന്നു ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ ഒരു ഭാഗം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങ് നൽകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പരിമിതിക്കകത്ത് വെച്ച് നമുക്ക് എന്ത് വേണോ ചെയ്തു കൊടുക്കാൻ പറ്റും. കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ഈ സമൂഹം രക്ഷപ്പെടുന്ന രീതിയിലോട്ട് നമുക്കൊരു ഓർഡറോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമുക്ക് പല പല കാര്യങ്ങളും കുറച്ചുകൂടി ഡെവലപ്പ് ആക്കി അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ സാന്നിധ്യത്തോടു കൂടി നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൻ്റെ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ തൊഴിൽ ഈ ഗ്രാമത്തിൽ ഈ മൺപാത്ര വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഓരോ വീടുകളിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുഞ്ഞുമക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ ഈ പറയുന്നത് പോലെ ഈ ഒരു സ്കില്ല് അതേപോലെ തന്നെ പാത്രം മാത്രമല്ല, ഞാൻ പറയുന്നത് പോലെ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛാ അല്ലെങ്കിൽ ചേട്ടാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ നമുക്ക് ഇതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിപണി സാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം പഠനത്തോടൊപ്പം ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഈ കാര്യങ്ങൾ കൂടെ ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ മനസ്സും ഒക്കെ പാകപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ഒരു വലിയ വിപണി സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ അതുകൂടി ചിന്തിച്ചുകൂടാ? ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്ക് കൂടി ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഐഡിയയും കൂടെ സ്വരൂപിച്ച്. ശരിയാണ്, നല്ല കാര്യമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് തലത്തിലും അല്ലാതെ സ്കൂൾ തലത്തിലൊക്കെ അവരിങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ്. കാരണം ഒരു മാജിക്, ഇത് എന്താണ് ചെയ്യുന്നത് അവർക്ക് തന്നെ വലിയൊരു ഇതാണ്. കാരണം നമ്മൾ കൈ വയ്ക്കുന്ന ഒരു കുറച്ച് ക്ലേ എടുക്കുന്നു, നമ്മൾ ഈ രീതിയിൽ വയ്ക്കുന്നു, അത് നിമിഷം സമയം കൊണ്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് അങ്ങ് മാറുന്നു. അവരിങ്ങനെ അതിശയിച്ച് നിൽക്കുകയനുസരിക്കും പറയും ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത്, ഒരു മാജിക് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് അതിനോട് നല്ല താല്പര്യമുണ്ട്. ക്ലേയിൽ ജസ്റ്റ് പിടിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതിൽ ആ ഒരു സംവിധാനം അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. കാരണം അതിന് ഒരു അവസരം അവർക്കും കിട്ടണം, അതുപോലെ നമുക്കും കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ പുതിയ തലമുറയെ നമുക്ക് പുതിയ രീതിയിലോട്ട് അവരുടെ ആ ഒരു നല്ല താല്പര്യത്തോടു കൂടി ഈ വർക്കിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വീട്ടമ്മമാര് പാചകം ചെയ്യുമ്പോഴും വീട്ടില് ഉള്ള ആൾക്കാർ എക്സർസൈസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ച് അത് ചെയ്യുന്നത് എൻജോയ് ചെയ്തതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ബ്ലൂടൂത്ത് സ്പീക്കറിന് ഒരു പരമ്പരാഗത പകരക്കാരൻ എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഗ്രാമഫോൺ പോലെയുള്ള ഈ ഉപകരണം. അപ്പൊ ഞാൻ ഇതില് പാട്ട് കേട്ടാൽ കുറച്ചുകൂടെ, അതായത് നമ്മൾ സാധാരണ പാട്ട് കേൾക്കുന്നതിലും കുറച്ചുകൂടി ഒരു ഇഫക്റ്റില് കേൾക്കാൻ നോക്കാം. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ, കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ. മലയാളികളുടെ പഴയ സാമ്പത്തിക ശീലങ്ങളിലൊന്നായിരുന്നു ഈ കുടുക്ക. ഈ കുടുക്കയിൽ നമ്മുടെ അമ്മമാരും ഒക്കെ ഇട്ട് വെച്ച
വെച്ചിരുന്ന ആ പണമാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ പല ആവശ്യങ്ങൾക്കും ഈ കുടുക്ക പൊട്ടിച്ച് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക ശീലങ്ങളൊന്നുമില്ല. ഒരിക്കൽ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ വലിയ ആഗ്രഹമാണ്, പക്ഷെ പലപ്പോഴും പൈസ ഇല്ലെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു കുടുക്ക എടുക്കുക, അതിൽ ഓരോ ദിവസവും 100 രൂപ ഇട്ട് വെക്കുക. വർഷത്തിൽ 365 ദിവസമുണ്ട്. 365ാമത്തെ ദിവസം കുടുക്ക പൊട്ടിക്കുമ്പോൾ നമുക്കിടെ എത്ര രൂപയുണ്ട്? 36,500 രൂപ. ആ 36,500 രൂപ കൊണ്ട് പോകാവുന്ന 7 രാജ്യങ്ങളുണ്ട് അത്രേ. അപ്പൊ യാത്രാസ്നേഹികൾ ഇതേ ഒരു കുടുക്ക വാങ്ങിച്ചു വെക്കുക, കുടുക്കയിൽ പണമിട്ട് തുടങ്ങുക. ഞാനും ഒരു കുടുക്ക പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകും, അതിൽ പണമിട്ട് വെക്കും. ഏതെങ്കിലും ഒക്കെ രാജ്യത്ത് വെച്ച് കാണാം കേട്ടോ. പണ്ട് കാലത്തൊക്കെ വീടുകളിൽ നമ്മളിങ്ങനെ ക്ഷീണിച്ച് നന്നായി ദാഹിക്കുന്നു, തണുത്ത വെള്ളം വേണം എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്കല്ല പോയിരുന്നത് ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു കൂജയിലേക്കാണ്. ആ കൂജയിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, ആ തണുപ്പ്, അതൊക്കെ ഒന്ന് വേറെയാണ്. അതൊക്കെ ഒരു ഗൃഹാതുരത്വം കൂടിയാണ്. അപ്പൊ ആ കൂജ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇത് കൂജയുടെ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് വെർഷനാണ്, ആധുനിക രൂപമാണ്. അപ്പൊ നമുക്ക് ഇവിടെ പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. കൂജയിൽ വെള്ളം ഒഴിച്ച് സൗകര്യപ്രദമായിട്ട് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ളതിലും തണുക്കുന്ന ആ വെള്ളം കുടിക്കുന്നതിലും എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു കൂജ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഈ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർഡിനറി ക്ലേ നമ്മൾ കൊണ്ടുവരും. അതിനെ നമ്മൾ വെള്ളത്തിൽ പൊടിച്ചിട്ട് നന്നായിട്ട് കലക്കി, അത് ഒരു ഏകദേശം 2-3 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഇത് ഏകദേശം അലിഞ്ഞ ക്ലേ നന്നായിട്ട് കലക്കി അതിനുശേഷം അതിനെ ഒരു അരിപ്പിൽ അരിച്ച് മാറ്റും. ഈ അരിച്ച് മാറ്റുന്ന ഈ ക്ലേയെ നമ്മളത് ശരിക്കും 2 ദിവസം കഴിയുമ്പോഴേക്കും അത് തെളിഞ്ഞ് അതിന്റെ ആ ശരിക്കുള്ള ക്ലേ അങ്ങ് അടിയിലോട്ട് ആവുകയും അതിന് 2 ദിവസം വീണ്ടും 1 ദിവസം കഴിഞ്ഞ് അതിനെ തിരിച്ച് അതിനെ മറ്റൊരു ഭാഗത്തോട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് ഉണക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ക്ലേ ഫൈനൽ ക്ലേ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ പഴയ പോലെ നമ്മൾ ഈ ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോ എല്ലാവരും തന്നെ ഇപ്പോ ഒരു ആശങ്ക പറയുന്നത് കളിമണ്ണിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന കളിമണ്ണിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ കളിമണ്ണ് അത് കൃത്യമായ ക്വാളിറ്റിയോടുകൂടെ ലഭ്യമാക്കുക എന്നതൊരു ആവശ്യം കൂടെ അല്ലേ? ഇത് ഈ ക്ലേ ക്വാളിറ്റി ടെസ്റ്റ് കൂടി നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. പക്ഷെ അതിന് വേണ്ട ഒരു സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി സാധനം എടുത്ത് നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമുക്ക് കിച്ചണിലെ ഐറ്റംസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ശാരീരികമായിട്ട് ഒരു ദോഷവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വിശ്വസിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നല്ല രുചിയോടുകൂടെ സാധനങ്ങൾ ഉണ്ടാക്കുക, സാധനങ്ങൾ രുചിയോടുകൂടെ കഴിക്കുക, ഒപ്പം തന്നെ അത് ഗുണനിലവാരമുള്ള പാത്രത്തിലാവുക എന്നത് നല്ലതാണ്. അപ്പൊ ഈ പറയുന്ന കാര്യം നമ്മൾ ആ വകുപ്പിന്റെ മുന്നിലേക്ക് വെച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. എനിക്ക് തോന്നുന്നു നിംസ് മെഡിസിറ്റിയുടെ MD ശ്രീ ഫൈസൽ ഖാൻ സന്ദർശനത്തിന്റെ ഘട്ടത്തിലാണ് മാർപ്പാപ്പയ്ക്ക് തൊഴുക്കലിലെ മൺപാത്രത്തിന്റെ പരിചയപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അത് ഏൽപ്പിക്കുന്നത്. തീർച്ചയായും അന്തർദേശീയ നിലവാരത്തിൽ, പ്രത്യേകിച്ച് മാർപ്പാപ്പയെ പോലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തി തൊഴുക്കലിലെ കളിമൺ പാത്രത്തെ സംബന്ധിച്ച് അറിയുന്നതിനും ആ സന്ദേശം എത്തിക്കുന്നതിനും മുൻകൈയെടുത്ത ശ്രീ ഫൈസൽ ഖാനോടുള്ള കടപ്പാട് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും അന്തർദേശീയ തലത്തിൽ തൊഴുക്കലിലെ മൺപാത്ര വ്യവസായത്തെ നമുക്ക് ഒരു വാർത്തയാക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ആ വ്യവസായത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആ പരിചയപ്പെടുത്തൽ ഒരു ഗുണകരമായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓരോ ഷേപ്പിലും ഓരോ ഭംഗിയിലും നമ്മുടെ ആ കൈയുടെ ചലനത്തിനും കാലിന്റെ ചലനത്തിനും അനുസൃതമായിട്ട് ഓരോന്നുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ആ സന്തോഷം പഠിക്കാൻ ചിലപ്പോൾ പുറത്തുനിന്നും ആൾക്കാർ വന്നിരിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി വിശാലമായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും. കാരണം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പല നമ്മുടെ ഫോറിനേഴ്സുകൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര താല്പര്യത്തിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഈവനിങ് ടൈമിന് കിട്ടുന്ന ടൈമിന് വരും, 1 മണിക്കൂർ അവർ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 3-4 പ്രാവശ്യം ആൾക്കാർ അവർ വരെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ എക്സിബിഷൻ വഴി അല്ലാതെ ഇതുപോലെ ഗവൺമെൻറ് തലത്തിൽ ഓരോ പ്രോഗ്രാം വരുമ്പോഴും അവർ വിളിക്കും. അപ്പോഴൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനൊക്കെ ഞാൻ പോകാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രത്തിൽ അവിടെ ഞാൻ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ ചേച്ചിമാരെ കണ്ടു. എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിലും ചില ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, നല്ല ഐഡിയാസ്. അപ്പൊ ആ ഐഡിയാസ് ഒക്കെ കൂടെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അവരെയും കൂടെ ചേർത്ത് അവർക്കും ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിൽ ഇത് വിപുലമായിട്ട്. അപ്പോ ഇനി തിരിച്ച് ഈ തൊഴുക്കലിലേക്ക് വരുമ്പോൾ നിങ്ങളിലേക്ക് ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കാണാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. വളരെ സന്തോഷം.
അങ്ങ് വത്തിക്കാനിലെ പോപ്പിന്റെ തീന്മേശയിൽ വരെ തൊഴുക്കലിലെ കളിമൺ പാത്രങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും തീന്മേശയിലും അകത്തളങ്ങളിലുമൊക്കെ തൊഴുക്കലിലെ ഈ ഒരു കളിമൺ പാത്രങ്ങൾ എത്തുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതം കൂടുതൽ പ്രശോഭിതമാകും. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടെ ഞാൻ തൊഴുക്കലിൽ നിന്ന് മടങ്ങുകയാണ്.